ഒരു ആന കണക്കിനാണ് നിൽക്കുന്നത്. ലോകയെ കണ്ടിരിക്കുന്ന ടൈമിൽ ഈ പടം ഇറക്കി വിടുമ്പോൾ അവർക്ക് ആ ഒരു പടം അങ്ങോട്ടൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശ്രീനിവാസ സിനിമകളിൽ കാണുന്ന പോലെ അത് പക്കയായിട്ട് തമിഴ് തെലുങ്കിലൊക്കെ പോയി വെറുതെ തല വെച്ച് ഇടികൊള്ളുന്ന റോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ക്രിഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും തുടക്കത്തിൽ 1-2 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആന ലോകം ഈ പറയുന്ന നെഗറ്റീവ് ഘട്ടത്തിൽ ആൾക്കാർ ഇനി ഇടിച്ച് കയറുമായിരുന്നു. പടത്തിൽ ഷോ സ്റ്റീലറാണ് ബാബുരാജ്. ഇതുപോലത്തെ കഥ എപ്പോഴും എല്ലാ കാലത്തും ഓടുകയും ചെയ്യും. അതൊരു കംബാക്ക് പോലെ ചെറിയ പിടുക്ക് കോമഡികളും കുറച്ചുകൂടെ ഡെപ്ത് കുറച്ചുകൂടെ ഹാർഡായിട്ട് കൊടുക്കാമായിരുന്നു. എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഓളത്തിനങ്ങ് പടം കണ്ടിരിക്കാം. കരം, ദൈവത്തിന്റെ കരം. അതെ. അപ്പോൾ വിനീതേട്ടന്റെ കരം റിട്ടേൺ ബൈ നോബൽ ബാബു തോമസ്. അതെ, നമ്മുടെ തിരക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ വേറൊരു ജോൺറ് മൈൻസ് ആ പുള്ളിയുടെ ഒരു സേഫ് സോൺ വിട്ടിട്ട് വേറൊരു സാധനം പിടിച്ചു. അതെ, ആ ജോൺർ തന്നെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു സംഭവം. തിരയുടെ ഒരു വേറെ വെർഷൻ. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. അതെ, ടെക്നിക്കൽ വൈസ് അടിപൊളിയാണ്. സിനിമാറ്റോഗ്രാഫി, കളർ ഗ്രേഡിങ് എല്ലാം പക്കയാണ്. ഈ സിനിമാറ്റോഗ്രാഫി പക്കയാണെന്ന് പറയാൻ കാരണം നമ്മുടെ അബ്രോഡ് ഷൂട്ട് ചെയ്ത പടമാണ്. ഫുള്ള് അബ്രോഡാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സീന് പോലും ഇല്ല. അതെ, അത് കാരണം ആ ഒരു സിനിമാറ്റോഗ്രാഫി കിട്ടുന്നുണ്ട്, നമുക്കൊന്ന് ഫീൽ ചെയ്യുന്നു. അതെ, ഒരു മലയാള പടമല്ല, ഒരു ഹോളിവുഡ് പടം കാണുന്ന ഫീല്. കാരണം അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഫുള്ള് അവിടുത്തെ ഫ്രെയിംസും കാര്യങ്ങളും അവിടുത്തെ ആ നേച്ചറും അവിടുത്തെ ജിയോഗ്രഫിയൊക്കെ കണ്ട് ആ ഒരു ഫീല് നന്നായിട്ട് തന്നെ ജോമോൻ ടി ജോൺ നന്നായിട്ട് തന്നെ കൺസീവ് നല്ലതായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റിങ്, നൈറ്റൊക്കെ ഉള്ള ലൈറ്റിങ്ങും അത്യാവശ്യം അങ്ങനെ പക്കയാ പെർഫെക്റ്റ് അടിപൊളിയാണെന്നല്ല, എന്നാലും ജസ്റ്റ് ഓക്കെയാണ്, നല്ലതാണല്ലേ. പടത്തിൻ്റെ ഈ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റോറി കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. കാരണം റീറൈറ്റ് ചെയ്യായിരുന്നു, അതെ, ഒരു റീഅറേഞ്ച് പോലെ അതൊന്ന് വർക്ക് ചെയ്യായിരുന്നു. അതെ, കുറച്ചുകൂടെ റീഅറേഞ്ച് ചെയ്ത് ഒരു സ്ക്രീൻ പ്ലേ ഡെവലപ്പ് ചെയ്യായിരുന്നു. അതെ, നല്ല രീതിയിൽ സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന നെഗറ്റീവ് പടത്തിന് കിട്ടില്ലായിരുന്നു. അതെ, 9.8 റേറ്റിംഗ് അത്രയും ഹൈ ലെവലിൽ നിൽക്കുമായിരുന്നു. സംഭവം പറയാൻ കാരണം ഈ ഇതിൽ കഥയിൽ പറയുന്നത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതുപോലത്തെ കഥ എപ്പോഴും എല്ലാ കാലത്തും ഓടുകയും ചെയ്യും. അതെ, അപ്പോൾ നമ്മൾ ആ കഥ എപ്പോഴും അതിനെ വെറൈറ്റി രീതി കാണിക്കാൻ ശ്രമിച്ചാൽ പ്രേക്ഷകർക്ക് അത് ഏറ്റെടുക്കുള്ളൂ. അതെ, പക്ഷേ ഇത് കുറേ സീന് പ്രഡിക്റ്റബിൾ ആണ്. എന്നാലും നമ്മൾ ഇതുപോലത്തെ കഥ കാണാൻ ആൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഇരുന്ന് കാണും. നോബൽ തോമസ് പുള്ളിയുടെ ആക്ടിങ്ങും കുഴപ്പമില്ല. നമ്മുടെ അതിലുള്ള ആക്ടിങ്ങും എല്ലാം. പിന്നെ നമ്മുടെ സ്റ്റീൽ ചെയ്തത് ബാബുരാജ്. അതെ, ബാബുരാജ് പടത്തില് ഷോ സ്റ്റീലറാണ് ബാബുരാജ്. അതെ, പുള്ളി കാണിച്ചു വെച്ചേക്കണ സാധനം പുള്ളിയാണ് ഒരു സൈഡ് ലിഫ്റ്റ് ചെയ്തത്. 50% ലിഫ്റ്റ് ചെയ്തത് ബാബുരാജ് ഇല്ലായിരുന്നു ആ പടം. പിന്നെ ഒരു സൈഡിൽ കൂടെ നമ്മുടെ മനോജ് ഗേജ്. അതെ, അങ്ങനെ രണ്ടുപേരും കൂടെ രണ്ട് സൈഡ് ഇങ്ങനെ ഒരു ത്രാസിൽ രണ്ടുപേരും കൂടെ തൂങ്ങി നിൽക്കായിരുന്നു. അപ്പൊ ഹ്യൂമറൊക്കെ അവരാണ് ഹാൻഡിൽ ചെയ്തത്. ഒരു ഡാർക്ക് ഹ്യൂമർ വൈബ് അടിച്ചായിരുന്നു. അതെ, അത് പക്ക ഒരു പണ്ടത്തെ നമ്മളെ ശ്രീനിവാസ സിനിമകളിൽ കാണുന്ന പോലെ അത് പക്കയായിട്ട് വിനീതായിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അത് ഫീൽ ചെയ്യും. നമുക്ക് തിയേറ്ററിന്റെ നൊസ്റ്റാൾജിയും ഫീൽ ചെയ്യും. അവർ ആ പറയുന്ന ഒരു വേർഡ്സ് അത്ര ഒരു ഹോളിവുഡ് ലെവൽ, അത്ര ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ലോക്കൽ കോമഡി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ഹ്യൂമർ വരുമ്പോൾ പ്രേക്ഷകർ കണക്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലതായിട്ട് വർക്കായി, സാധനം വർക്കായി. തിയേറ്ററിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. അധികം ഓഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇരുന്നത് ഒരു പകുതിയിൽ താഴെ ഓഡിയൻസിന് താഴെ ഇരുന്നു. പക്ഷേ എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മനോജ് കെ ജയനും ബാബുരാജും ഇല്ലായിരുന്നു ഈ പടം മൊത്തത്തിൽ ഫ്ലാറ്റായി പോകുമായിരുന്നു. അവരുള്ളതുകൊണ്ട് ഒരു എന്റർടൈനിങ് നമുക്ക് ആ ഒരു ത്രില്ലിങ്ങിന്റെ കൂടെ തന്നെ നമുക്ക് അവരോട് ആ കോമഡികളിലൂടെ എങ്ങനെ കടന്നു പോകാൻ പറ്റി. അപ്പോൾ ബാബുരാജ് കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങനത്തെ ഒരു കോമഡി ക്യാരക്ടർ ചെയ്തത്. കാരണം പുള്ളി ഇപ്പോൾ മറ്റേ തമിഴ് തെലുങ്കിലൊക്കെ പോയി വെറുതെ തല വെച്ച് ഇടികൊള്ളുന്ന റോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇതിൽ വന്നിട്ട് വീണ്ടും പഴയ പോലത്തെ ഒരു നല്ലൊരു റോള്, ഒരു ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോള് ചെയ്തപ്പോൾ ഒരു മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അതൊരു കംബാക്ക് പോലെ ഒരു പക്ക ഒരു മലയാളി കൊടുത്തത്. അതെ, അപ്പോൾ അങ്ങനെ. പിന്നെ അതിൽ ഈ സോങ് കേൾക്കാൻ അടിപൊളിയാണ്. പക്ഷേ പ്ലേസ്മെന്റ് കുറച്ചൊക്കെ പാളിപ്പോയി. കേൾക്കാൻ അടിപൊളിയാണ്, പക്ഷെ നമ്മുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർ പ്ലേസ് ചെയ്ത് BGM ഒക്കെ നല്ല ഫീലാണ്, അടിപൊളിയാണ്. പക്ഷെ ഒരു രംഗങ്ങൾ വരുന്ന ടൈമിൽ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന മ്യൂസിക്, അതെ, അതൊക്കെ ഈ ആക്ഷൻ രംഗങ്ങളുള്ള ഈ സിനിമോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഫുള്ള് വൈഡ് 360 കട്ട് പോകുന്നതൊക്കെയാണ് പോയിട്ടുള്ളത്. അത് കൊറിയോഗ്രാഫി ഒക്കെ നൈസായിട്ടുണ്ട്. കുഴപ്പമില്ല, അതൊക്കെ ആക്ഷനും കണ്ടുകൊണ്ടിരിക്കുക. എല്ലാം മൊത്തത്തിൽ ഓൾ ഇൻ ആണ് പടം. പക്ഷേ നമ്മുടെ ഈ സ്റ്റോറി വൈസ് സ്ക്രീൻ പ്ലേ നോക്കുകയാണെങ്കിൽ എന്തോ അവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് ഘട്ടത്തിൽ ആൾക്കാർ ഇനി ഇടിച്ച് കയറുമായിരുന്നു പടത്തിൽ. കുറച്ചുകൂടെ ഡെപ്ത്
കുറച്ചുകൂടെ ഹാർഡായിട്ട് കൊടുക്കാമായിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഈ ലോകയൊക്കെ കണ്ട് എല്ലാവരും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ലോകയെ കണ്ടിരിക്കുന്ന ടൈമിൽ ഈ പടം ഇറക്കി വിടുമ്പോൾ അവർക്ക് ആ ഒരു പടം അങ്ങോട്ടൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഇതിന് മുന്നേ ആയിരുന്നെങ്കിൽ കുറെ കൂടെ ഒരു പടം സ്വീകരിക്കുമെന്ന് പ്രേക്ഷകർ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആയി പോയതുകൊണ്ട് പടത്തെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് പടം. അതെ, എന്നാലും കുഴപ്പമില്ല, ഓക്കെ നമുക്ക് കണ്ട് വാച്ചബിളാണ്, അങ്ങനെ മോശമൊന്നുമല്ല. അതെ, ഒരു പക്ക ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മലയാളം സിനിമയ്ക്ക് ചെറുതായിട്ടൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. ചിലരെ ക്രിഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും തുടക്കത്തിൽ 1-2 ഭാഗത്ത് ക്രിഞ്ചൊക്കെ വരും, അതെല്ലാ സിനിമയിലും വരുന്നതാണ്. 1-2 ഭാഗത്ത് ക്രിഞ്ചൊക്കെ അടിച്ചു. എന്നാലും പക്ഷേ നമ്മൾ ഒരു ഇന്നായി കഴിയുമ്പോൾ ഓക്കെയാണ് അവള്. പക്ഷേ ഇവര് ഒരു സെക്കൻഡ് ഹാഫാണ് മൊത്തം. സെക്കൻഡ് ഹാഫ് തൊട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് വരെയാണ് പടം. അതൊരു അബ്സല്യൂട്ട് സിനിമാറ്റിക് ഒരു സംഭവം പോലെ. തുടക്കത്തില് മൊത്തത്തില് ഒരു കണക്ട് ആവും. ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടെ ഒന്ന് ഡെപ്ത് ഒക്കെ ഒന്ന് കൊടുത്തിരുന്ന കുറെ കൂടെ കണക്ട് ആവുക. കുറച്ചുകൂടെ ആ തുടക്കത്തില് നമ്മൾ അങ്ങ് പടത്തിന് അങ്ങ് ഇന്നായി ഫുൾ. ഇപ്പോ ഗുഡ് വാച്ചബിൾ. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയി കാണാനുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ വെറുതെ പറയുന്ന പോലെ അല്ല, കാണാനൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. എക്സ്പീരിയൻസ്, ഒരു ത്രില്ലർ, ആക്ഷൻ ത്രില്ലർ, അതിന്റെ കൂടെ ചെറിയ പിടുക്ക് കോമഡികളും എല്ലാം കൂടെ. പിന്നെ നമ്മൾ ആശാൻ, അയ്യോ അത് നമ്മൾ വിട്ടുപോയ ആശാനാണ്. ആശ മൊത്തത്തിൽ ഒരു വലിയൊരു ആന കണക്കിനാണ് നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആന ലോഗോ പോലെ. അതെ, ആന പോലെ എന്നിട്ട്. കാരണം ആശാന്റെ ഒരു ഫസ്റ്റ് കാണിക്കുന്ന ഒരു സീന് കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമൊക്കെ ഉണ്ട്. പുള്ളി അതിലൊരു ഭയങ്കര റൂഡായിട്ടുള്ളൊരു സാധനമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നൈസാണ്. ആ പുള്ളിക്ക് ആ സ്ഥലത്താണ് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അവിടെ മാത്രമേ പെർഫോം ചെയ്യാനായിട്ടുള്ളൂ. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയൊരു ആള് അഭിനയിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത് പുള്ളി ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ ഒരു ആന വന്നിരിക്കുന്നത് അങ്ങനത്തെ കറക്റ്റ് ഒരു ആനയും ഒരു എന്താ പറയണ ഒരു കുട്ടി കടുവ. അതെ, ആനയും കൗട് അങ്ങനത്തെ ഒരു സാധനമാണ്. എന്തായാലും കൊള്ളാം, നൈസാണ് പടം. ഒരു നല്ല അടിപൊളി. പിന്നെ ബാഹുരാജൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഓളത്തിനങ്ങ് പടം കണ്ടിരിക്കാം.